ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു റോമിംഗ് വിത്ത് സായി. ഒരു പുതിയ ലൈവിലേക്കാണ്. അത് ചെറിയ കുറച്ച് കാര്യങ്ങൾ, സന്തോഷകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ്, ഓരോരുത്തരുടെയും ലൈഫിൽ രണ്ട് തരം പ്രഭാതങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. പ്രഭാതങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും രാവിലെ എണീക്കുന്ന അടുത്ത ദിവസം രാവിലെ, നെക്സ്റ്റ് ഇന്നിപ്പോൾ രാത്രിയാണ്, എക്സാക്ട്ലി ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ പലർക്കും നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് രണ്ട് തരം പ്രഭാതങ്ങളാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഒന്ന് ഭയങ്കര സന്തോഷമായിട്ടുള്ള, ബ്ലിസ്ഫുള്ളായിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രഭാതം. ചിലർക്ക് അത് ഭയങ്കര വിഷമമുള്ള ഒരു പ്രഭാതമായിരിക്കും. കാര്യം വിഷമം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള അവസ്ഥകളുടെ റെപ്രസെൻറ്റേഷനാണ് ഇന്ന് മോർണിംഗിൽ വരുന്നത്. ചിലത് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ഒരു നോർമൽ കണ്ടീഷനിലിരിക്കും, ചിലപ്പോൾ നമ്മൾ കുറേ കൂടെ ഹാപ്പി ആയിരിക്കും. ഇത് എന്താണ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിൽ നമ്മുടെ രാവിലെകളെ നല്ലതും മോശമാക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് തോന്നുന്നു. അതായത് ഡിപ്പെൻസ്, നമ്മളുടെ ആറ്റിറ്റ്യൂഡിലാണ് ഇത് ഇരിക്കുന്നതെന്ന് ഒരുപാട് റിസർച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെർട്സ് അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഒരു ദിവസം നമുക്ക് നല്ലതുപോലെ ആരംഭിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. നമുക്ക് അതറിയാമെങ്കിൽ, എങ്ങനെയാണ് ഒരു നല്ല ദിവസം ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാമെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ദിവസങ്ങളെയും നമുക്ക് സന്തോഷകരമാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പം അതിനു വേണ്ടി ഉള്ള ചില ടിപ്സ്, ചില വളരെ ചെറിയ പോയിൻറ്റ്സാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ദിവസവും നമ്മൾ രാവിലെ, ഇപ്പം പ്രത്യേകിച്ച് കൊറോണ കാലമാണ്, നമ്മൾ വളരെ സൈലൻ്റായിട്ട് വളരെ മടുപ്പോടുകൂടിയാണ് എണീക്കുന്നത്. നമുക്ക് ഓഫീസിൽ പോകേണ്ട, പലരും വർക്ക് ഫ്രം ഹോമാണ്. ഓഫീസിൽ പോകുന്നവർക്ക് തന്നെ എല്ലാ ദിവസവും ഓഫീസിൽ പോകേണ്ട കാര്യങ്ങളില്ല. അങ്ങനെ നമ്മളൊരു ഓഫ്ലൈൻ മോഡലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും എണീക്കുന്നത് ഒരു 7 മണി, 6:30, 7 മണി, അല്ലെങ്കിൽ ചിലർ 8 മണിയോളം ആവുന്നുണ്ട്. അപ്പം പിന്നെ ഒരുപാട് നൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഡിപ്പെൻസ്, കുറേയേറെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാലും ഒരു ഏർലി മോർണിംഗ്, അത്യാവശ്യം ഒരു 6 മണി 7 മണിക്കൊക്കെ എണീക്കുന്ന ആൾക്കാർക്ക് അവരുടെ മോർണിംഗിനെ നല്ല ഒരു പോസിറ്റീവാക്കി മാറ്റാനായിട്ട് കഴിയും. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ നമുക്ക് എല്ലാ ദിവസത്തെയും ഒരു ഹാപ്പി മോർണിംഗ് ആക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അതിന് എക്സ്പേർട്സ് ഒരുപാട് പോയിൻറ്റ്സ് അവരിടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നന്ദി. അതായത് നമ്മൾ ഒരു ഇതായിട്ട് പറയുമ്പം എല്ലാ ആൾക്കാരുടെ അടുത്തും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ നന്ദി പറച്ചിൽ എന്ന് പറയുന്നത് നമ്മൾ വഴിയെ പോകുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമല്ല, ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസം പുതിയ മോർണിംഗിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു, നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നു എന്നുള്ള, അതിന് ഈശ്വരനോടോ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവരവർ വിശ്വസിക്കുന്ന ആ ഒരു ഇതുണ്ട്. ചിലർ ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്ക് ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ടു ദ നേച്ചർ, ദേ ക്യാൻ പ്രേ ടു നേച്ചർ. അവർക്ക് പ്രകൃതിയോട് തന്നെ ഒരു നന്ദി പറച്ചിൽ. നമ്മൾ ജീവിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് നടത്താൻ കഴിയുന്നു, എണീക്കാൻ കഴിയുന്നു, നടക്കാൻ കഴിയുന്നു. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. നമ്മളൊരു നല്ല ആറ്റിറ്റ്യൂഡായിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ്. നമ്മളതൊരു ഡെയിലി റുട്ടീനിലോട്ട് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ മോർണിംഗ് മാത്രമല്ല പല കാര്യങ്ങളിലും നമുക്കൊരു പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റും. ഒരു യൂണിവേഴ്സൽ ക്യാരക്ടറാണെന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ നന്ദി പറച്ചിൽ. പലതിനോടും താങ്ക് യു എന്ന് നമ്മളൊരാളുടെ പറയുമ്പോൾ അയാൾക്ക് തോന്നുന്ന ഒരുതരം ഫീലുണ്ട്, ഒരു ഹാപ്പിനെസ്, അത് ക്രിയേറ്റ് ആവുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് മോർണിംഗ് ടൈമിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നന്നാണെന്നാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ വയ്ക്കുന്ന അലാം. ഈ അലാമുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര പ്രസക്തികളാണ്. പലപ്പോഴും നമ്മുടെ മൊബൈലുകളിൽ രാവിലെ നമ്മൾ സെറ്റ് ചെയ്യുന്ന അലാറാം എന്ന് പറയുന്നത് ഈ നമ്മളെ സൈലൻറ്റ് പീസ്ഫുള്ളായിട്ടുള്ള സ്ലീപ്പിൽ നിന്ന് പ്രഷർ ചെയ്ത് ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഹെവി ടോൺ അലാറാംസാണ്. അത് കഴിവതും ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഈ ചിലരെ കേട്ടിട്ടുണ്ട്, ഈ മെഷീൻ ഗൺസിൻ്റെ ശബ്ദം, അത്തരത്തിലുള്ള അത് നമ്മുടെ മോർണിംഗിലുള്ള ആറ്റിറ്റ്യൂഡിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് അലാറാം വേണ്ടെന്നല്ല, അലാറാം ഇടുക, അത്യാവശ്യം ക്യാച്ചി ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് മെലഡിക് ആയിട്ടുള്ള,
ഹാപ്പിനെസ് ആയിട്ടുള്ള അത്തരത്തിൽ സൗണ്ട് കുറച്ച് കൂടിയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് ഉണർത്തുന്ന ടൈപ്പിലുള്ള അലാറംസ് അത് നമ്മുടെ ഒരു മോർണിംഗ് പീസ്ഫുള്ളിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുമെന്ന് ഒരുപാട് പേര് പറയുന്നു. സത്യത്തിൽ അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷേ നമുക്ക് പറയാം, ചില ആൾക്കാർക്ക് അത്രയ്ക്കും ബഹളമുള്ള അലാറം കേട്ടാലേ ഉണരാൻ കഴിയൂ. അവർ ശീലിക്കുക, അത്തരത്തിലുള്ളവർ അതൊന്നും മാറി ചിന്തിക്കാനായിട്ട് ശീലിക്കുക. അലാറം നല്ല പോസിറ്റീവായിട്ടുള്ള ടോൺസുള്ള ഹാപ്പിനെസ് ടോൺസുള്ള അലാറാമുകൾ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. മൂന്നാമത്തെ കാര്യം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഇന്ന് ഒരു യൂട്യൂബിലൊരു വീഡിയോ, ടെഡ് ടാക്സിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഹാപ്പിനെസ് കനോട്ട് ബി ക്രിയേറ്റഡ്. അതായത് നമ്മൾ പ്രഷർ ചെയ്ത് ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ ഹാപ്പിനെസ് ഉണ്ടാക്കുകയല്ല, അതൊരു സ്കില്ലാണ്. ഹാപ്പിനെസ് ഇസ് എ സ്കിൽ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് നമ്മുടെ ഉള്ളിൽ കുറച്ചുണ്ട്, കുറച്ചതിന് പുറത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്കില്ലിനെ നമ്മൾ അക്യൂർ ചെയ്യണം. എങ്ങനെയാണോ നമ്മൾ ഡ്രൈവിംഗ് ഓടിക്കുന്നത്, എങ്ങനെയാണോ നമ്മളൊരു പടം വരയ്ക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നത്, പോലത്തെ ഒരു സ്കില്ലാണ് ഈ അവനവൻ്റെ ഹാപ്പിനെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സ്കില്ലിനെ നമ്മൾ അക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കൂടി പോസിറ്റീവ്, പ്രത്യേകിച്ച് ഈ മോർണിംഗ് ടൈമിൽ പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്കൊരു നല്ല മാർക്ക് കിട്ടിയതായിരിക്കാം, നമുക്ക് നമ്മുടെ നല്ലൊരു വിവാഹം കഴിച്ചതായിരിക്കാം, നല്ലൊരു വാഹനം വാങ്ങിച്ചതായിരിക്കാം, നല്ലൊരു ജോലി കിട്ടിയതായിരിക്കാം, നമ്മളെവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്ത നല്ല നല്ല യാത്ര ചെയ്തതായിരിക്കാം. അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് മോർണിംഗിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമെങ്കിൽ അത് ഒരുപാട് നിങ്ങളെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. അതായത് നമ്മുടെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് സഹായിക്കുമെന്ന് ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പം ആ ഒരു കീപ്പിംഗ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓൺ റൈറ്റ് ടൈം, എസ്പെഷ്യലി ഇൻ ദ മോർണിംഗ്, അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ദിവസം കുറേ കൂടി ഹാപ്പി ആകുമെന്ന് പറയപ്പെടുന്നു. ഇനി നാലാമത്തെ കാര്യം, ഇമോഷണൽ ബാഗേജസ്. അതായത് നമ്മൾ തലേദിവസം ആലോചിച്ച് കൂട്ടിയിരിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരാഴ്ചയായി നമ്മൾ അനുഭവപ്പെടുന്ന ഓഫീസിലുള്ള പ്രഷർ, പലതരത്തിലുള്ള പേഴ്സണൽ ഇമോഷണൽ ബാഗേജസ്, ഇതിനെ മോർണിംഗിൽ ഒരു കാരണവശാലും എടുത്ത് തലയിലേക്ക് വയ്ക്കാതിരിക്കുക. നിങ്ങളൊരു 10 മണിക്ക് ശേഷം പിന്നെയും വച്ച് കഴിഞ്ഞാലും വലിയ പ്രോബ്ലം. പക്ഷേ ഇൻ ദ ഏർലി മോർണിംഗ് നിങ്ങൾ ഉണരുന്ന ആ ഒരു സമയത്ത്, ഉണരുന്ന ആ ഒരു 15 to 30 minutes അത് ഒരു കാരണവശാലും തലയിലേക്ക് എടുക്കാതിരിക്കുക. ഇമോഷണൽ ബാഗേജസ് ആയിട്ട് അത് ഒരുപാട് അഫക്റ്റ് ചെയ്യും നമ്മളെ. കാര്യം നമ്മൾ ആ എടുക്കുന്ന ഓരോന്നും പറയുന്നുണ്ട്, ഒരു പലതരം സ്റ്റഡീസിൽ പറയുന്നുണ്ട്, നമുക്കൊരു 99% സക്സസ്സും 1% ഫെയിലറും. അതായത് നിങ്ങളൊരു 10 പരീക്ഷ എഴുതിയാൽ 9 എണ്ണത്തിനും 100% മാർക്കും, ഒരെണ്ണത്തിൽ നമ്മൾ ഫെയിലർ ആയെങ്കിൽ ആ ഫെയിലറാണ്, അല്ലെങ്കിൽ ആ സാഡ്നെസ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർട്ട് ചെയ്യുക എന്നാണ് സയൻസ് പഠിക്കുന്നത്. നമ്മൾ ഒരുപാട് സക്സസ് നേടിയിട്ടുണ്ടെങ്കിൽ ചില വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫെയിലർ നമ്മളെ ജീവിതകാലം മുഴുവൻ വിഷമിപ്പിക്കും. പക്ഷേ അതിൻ്റെ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഇമോഷണൽ ബാഗേജസിൽ നമ്മൾ പെട്ടുപോകരുത്. അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് എക്സ്പെർട്സുകൾ, സൈക്കോളജിസ്റ്റുകളെല്ലാം പറയുന്നത്. അപ്പം അതേപോലത്തെ ഇമോഷണൽ ബാഗേജസ് മോർണിംഗിൽ തന്നെ എടുത്ത് വയ്ക്കാതിരിക്കുക, ഓവർകം ചെയ്ത് പോവുക. നമ്മളെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ചെറിയ നുറുങ്ങുകൾ, നമ്മൾ ചിലപ്പോൾ ഡേ ഫുൾ ഡിപ്രസ്ഡ് ആയിരിക്കും, പക്ഷേ ആ മോർണിംഗിൽ മാത്രമെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് ഹാപ്പി ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ ഒരു ദിവസത്തെ നന്നായി കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ്, സോഷ്യൽ മീഡിയ. സ്വിച്ച് ഓഫ് ദ സോഷ്യൽ മീഡിയ ഇൻ ദ മോർണിംഗ്. സ്വിച്ച് ഓഫ് ചെയ്യുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണമെന്നോ അല്ല ഞാൻ പറയുന്നത്. മോർണിംഗിൽ എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ഉണർന്ന് ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനകത്ത് ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയുടെ തുറന്ന് നോക്കാതിരിക്കുക. ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ, യൂട്യൂബ് പോലുള്ള കാര്യം, ഇതിനകത്ത് എപ്പോഴുള്ളൊരു വിഷയം നല്ലതും വരുന്നുണ്ട്, നെഗറ്റീവും വരുന്നുണ്ട്. നമ്മളൊരു വാട്സാപ്പ് തന്നെ ചിലപ്പോൾ രാവിലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആദ്യം നല്ല പ്രേയേഴ്സിൻ്റെ 1-2 സ്റ്റാറ്റസ് വീഡിയോകൾ കാണാൻ പറ്റും. അതിനുശേഷം പിന്നെയും കാണുന്നത് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന ഒരുപാട് ക്രൂരകൃത്യങ്ങളെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും. അപ്പോൾ ഇത് മോർണിംഗിൽ നമ്മൾ കേൾക്കുന്നത്, ഏർലി മോർണിംഗിൽ നമ്മൾ ഈ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് നമ്മൾ കേൾക്കുന്നത് നമ്മളെ ഒരുപാട് ഡൗൺ ആക്കും.
ഇപ്പം രാവിലെ തന്നെ നമ്മൾ വായിക്കുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടന്നൊരു കൊലപാതകത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു അമ്മയെ മകൻ അടിച്ചു കൊന്നു അങ്ങനെ തരത്തിലുള്ള ഭയങ്കര ട്രാജിക്കായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഇമോഷണൽ ഹാപ്പിനെസ്സിനെ അത് കുറയ്ക്കുമെന്നത് അഫക്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് മോർണിംഗിൽ രാവിലെ നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഒരു ദിവസത്തെ അറ്റ്ലീസ്റ്റ് ഒരു ഉച്ചവരെയെങ്കിലും നമ്മൾ അതുമായിട്ട് ഇങ്ങനെ നമ്മുടെ ചിന്ത ഇങ്ങനെ ലൂപ്പ് ചെയ്തിരിക്കും. അപ്പോൾ അത് പരമാവധി സോഷ്യൽ മീഡിയ മോർണിംഗിൽ ഉപയോഗിക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 1 hour ഉറക്കം എണിച്ചതിന് ശേഷമുള്ള 1 മണിക്കൂർ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ നിന്ന്. അതിനുശേഷം പിന്നെ നോക്കിക്കോളൂ. കാര്യം നമ്മൾ നമ്മുടെ ആ റൂട്ടീനിലോട്ട് പോയി കഴിഞ്ഞാൽ ഡെയിലി റൂട്ടീനിലോട്ട് പോയിക്കും സോഷ്യൽ മീഡിയ പരമാവധി മോർണിംഗിൽ മാറ്റി നിർത്തുക. അതിനുശേഷം പറയുന്നത് നല്ല ആഹാരം നല്ല മനസ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് എക്സ്പെർട്സ് എല്ലാവരും പറയുന്നുണ്ട്. അത് ഉറപ്പാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് വലിച്ചു വാരി കഴിക്കണം എന്നല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ക്വാണ്ടിറ്റിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് അത് ആസ്വദിച്ച് കഴിക്കണം എന്നുള്ളതും പ്രത്യേകിച്ച് പറയുന്നു. നമ്മളാരും ഈ മോർണിംഗിൽ ഓടുന്ന ആ ഒരു സമയത്ത് നമ്മളാരും അത്ര ആസ്വദിച്ച് കഴിക്കുമോ എന്നെനിക്കറിയില്ല. പക്ഷേ ആസ്വദിച്ച് കഴിക്കാൻ കൂടി ശീലിക്കുക. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് പെട്ടെന്ന് ഇപ്പോൾ അതിനിടയിലേക്ക് നമുക്ക് 2 മെസ്സേജ് വരുന്നത് അന്ന് ഓഫീസിലത്തെ കാര്യങ്ങളായിരിക്കും. നമ്മൾ ഉടനെ അതിൻ്റെ പേരിൽ പുറകെ പോകും. അതിൻ്റെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന അമ്മ വളരെ സ്നേഹമായിട്ടുണ്ടായിരുന്ന ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരിക്കും. നമ്മൾ ഒരു 3 ഇഡ്ഡലി എടുത്ത് പെട്ടെന്ന് ആയിട്ട് സാമ്പാറിട്ട് കുഴച്ച് കഴിച്ച് ഇറങ്ങി ഓടും. അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ മോർണിംഗിൽ ഫീൽ ചെയ്യുന്നതില്ല. ഉറപ്പായിട്ടും അതിന് ഒരു സ്ലോ പ്രോസസ്സ്. ഒരുപാട് സയൻറ്റിസ്റ്റുകളാണെങ്കിലും സൈക്കോളജിസ്റ്റുകളാണെങ്കിലും പറയും ഡു 1 thing at 1 time. ഒരു സമയത്ത് ഒരു ജോലി മാത്രം ചെയ്യുക അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക എന്ന് ഒരുപാട് പേര് എക്സ്പെർട്സ് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം അത് നിങ്ങൾക്ക് പൂർണ്ണമായും ഉപയോഗപ്പെടുന്നു. അത് ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും. നിങ്ങളൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഇഡ്ഡലി സാമ്പാറും അല്ലെങ്കിൽ അപ്പവും മുട്ടക്കറിയും ഉണ്ടെങ്കിലും വാട്ടവർ ഇറ്റ് ഈസ് നമ്മളത് കഴിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന നമുക്ക് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ അന്നത്തെ ഒരു ദിവസം മൊത്തം നല്ല പോസിറ്റീവായിട്ട് നമ്മൾ നിർത്തും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ നമുക്ക് സന്തോഷം. മോർണിംഗ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് മോർണിംഗിലുള്ളതെങ്കിൽ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അത് ആ ദിവസത്തിലേക്ക് കുറേ കൂടി. അപ്പോൾ അതുകൊണ്ട് ഈ ഭക്ഷണവും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നമ്മുടെ മോർണിംഗ് ആറ്റിറ്റ്യൂഡിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്ക് പാചകം ചെയ്തും നോക്കുക. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ശകലം ഒന്ന് പാചകമൊക്കെ ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലല്ല. അതാണ് അടുത്തത്. ഗുഡ് റീഡിങ് ഇൻ ദ മോർണിംഗ്. നല്ല പുസ്തകങ്ങൾ നമുക്ക് എല്ലായിടത്തും ഇപ്പോൾ ഒരുപാട് സ്ഥലത്തുണ്ട്. ഓൺലൈനിൽ PDF ആയിട്ട് കിട്ടുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ലൈബ്രറികളിൽ നിന്നോ സെക്കൻഡ് ഹാൻഡ് ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ പാളയത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് വില കുറച്ച് സെക്കൻഡ് ഹാൻഡ്സ് ബുക്കുകൾ കിട്ടും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, വിന്നിങ് സൊല്യൂഷൻസും ഒരു ഇമ്മോട്ടിവേഷണലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്ന ഒരുപാട് പുസ്തകം. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പക്ഷേ ഹാപ്പി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നോവലിലൊക്കെ എത്രമാത്രം ഹാപ്പിനെസ് ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ വാക്കുകളോ അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ കേൾക്കുക. അതിനോടൊപ്പം തന്നെ മോട്ടിവേഷണൽ സ്പീച്ചുകൾ ഒരുപാട് മലയാളത്തിൽ എത്രയോ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുടെ നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകളും സ്പീച്ചുകളും നമുക്ക് യൂട്യൂബിൽ വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാൽ ഒരുപാട് എനിക്ക് എത്ര ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ ഇപ്പോൾ യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പം അതുപോലെ വായിച്ച് അവരുടെ വാക്കുകൾ കേട്ട് പുസ്തകങ്ങൾ വായിച്ച് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 2 പേജോ 3 പേജോ മാത്രം വായിച്ചാലും മതിയാവും. അത് കണക്റ്റ് ആവുന്നുണ്ട്. ഇടയ്ക്ക് എനിക്കൊന്നും എന്തോ ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം വന്നിരുന്നു. ഇപ്പോൾ ഓക്കെയാണ്. അപ്പം നമ്മൾ ആ പുസ്തകങ്ങളെ പറ്റിയാണ് പറഞ്ഞു. നല്ല പുസ്തകങ്ങൾ വായിക്കുക. അത് മോർണിംഗിൽ ഒരു 2 പേജെങ്കിലും ഒരു ദിവസം മോർണിംഗിൽ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഉറപ്പായിട്ടും രാവിലെ ഈ ഓഫീസിലോട്ട് ഓടുന്നതിനിടയിൽ ഇത്രയും സമയം കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഉറപ്പായിട്ടും നമ്മളൊരു ടൈം മാനേജ്മെൻറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മുമ്പത്തെ ഫേസ്ബുക്ക് വീഡിയോയിലിട്ടുണ്ട് ഹൗ ടു സേവ് ദ ടൈം തുടങ്ങിയ ഒരു ചെറിയൊരു ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ടൈം നമ്മളൊരു കാര്യത്തിന് ടൈം മോർണിംഗിൽ ഇപ്പോൾ 5 മണിക്ക് എണീക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ 6 മണിക്ക് എണീക്കുന്ന ആൾക്ക് 8 മണിക്ക് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ പ്ലാൻ ചെയ്യാൻ എന്നുള്ളത് നല്ലൊരു പ്ലാൻ ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കിതിനൊക്കെ സമയം കിട്ടും. ഇതിനോടൊപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിയുമെങ്കിൽ ബോഡിക്ക് കൂടി ഒരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു എക്സർസൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുറേ കൂടി നമുക്കൊരു ബെറ്റർ
ഇതാവും. അതായത് നമ്മുടെ ശരീരത്തിന്, മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ശരീരത്തിനെയും ടച്ചിലാണ്. ഇപ്പം ശരീരത്തിൻ്റെ ആ ഒരു ഹാപ്പിനെസ് മോഡ് മനസ്സിനെയും ഒരുപാട്. നമ്മളൊരു രാവിലേക്ക് ഒന്ന് നടക്കാൻ പോവുക എന്ന് പറയുന്നത് ഏർലി മോർണിംഗ്, ഒരു 6 മണി സമയത്ത്, 6 മണി മുതൽ 7 മണിയിലേക്ക്. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വളരെ കുറച്ച് പേര് മാത്രമേ നടക്കാനൊക്കെ ഇറങ്ങുന്ന കണ്ടിട്ടുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തല്ല, അല്ലാതെ നോർമലായിരിക്കുന്ന സമയത്ത് രാവിലേക്ക് എത്രയോ പേര് നടക്കാൻ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് പേര് ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതാണ് ഈ നടപ്പിൻ്റെ പിന്നിലുള്ള രഹസ്യം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാര്യമെങ്കിലും അവർ അത് ഇഷ്ടപ്പെടുന്നു. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും പേര്. ഞാൻ ഇടയ്ക്ക് ഞാനങ്ങനെ സ്ഥിരം രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഏർലി മോർണിംഗ് ഓഫീസിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ആൾക്ക് ഒരുപാട് പേര് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കിംഗ് ഹാർമണി തന്നെ പലയിടത്തും ഉണ്ടാവുന്നുണ്ട്. അത് ബോഡി എക്സർസൈസ് ആണ്, അതിനോടൊപ്പം തന്നെ മൈൻഡിനും ഒരു ഹാപ്പിനെസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു എഫർട്ടാണ്. പ്രോഗ്രസ് ഉണ്ടാക്കി കൊണ്ടുപോവുക. ഓരോരുത്തരുടെയും മനസ്സിന് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ശീലമാക്കി മാറ്റും. നമ്മൾ തന്നെ നമ്മുടെ പ്രോഗ്രസ് വിലയിരുത്തുക, നമ്മുടെ മനസ്സിനകത്തുള്ള ഈ ഹാപ്പിനെസ് മോർണിംഗിലുള്ള, എസ്പെഷ്യലി നമ്മൾ സംസാരിച്ചു വന്ന വിഷയം മോർണിംഗ് ഹാപ്പിനെസ് ആണ്. മോർണിംഗ് ഹാപ്പിനെസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതും എത്രമാത്രം ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയും എന്നുള്ളതും നമ്മൾ തന്നെ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ കഴിയും. എല്ലാവരും ഹാപ്പി ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം നമുക്ക് ഈ പറയുന്ന ലോകത്ത് നമ്മൾ ഇവിടെ നമ്മുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമാണ്. അപ്പം ആ ഉള്ള സമയങ്ങളിൽ പരമാവധി ഹാപ്പി ആയിട്ടും സന്തോഷകരമായിട്ടും ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എല്ലാവരെയും പോലെ 2 തരം പ്രഭാതങ്ങൾ, ആദ്യം പറഞ്ഞ 2 തരം പ്രഭാതങ്ങളാണ് എങ്കിൽ പോലും അതിൽ മോശം എന്നുള്ള പ്രഭാതത്തിനെ മാറ്റി നിർത്തി ഹാപ്പി ആയിട്ടുള്ള, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു മോർണിംഗ് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഈ പറയുന്ന സിസ്റ്റങ്ങൾ, ചെറിയ ചെറിയ പ്രിൻസിപ്പിൾസും ഇത്തരത്തിലുള്ള ഒരുപാട് നിങ്ങൾ ഹൗ ടു ബി ഹാപ്പി ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞ് യൂട്യൂബിലേക്ക് അടിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് മോട്ടിവേഷണൽ, ഇൻസ്പിറേഷനായിട്ടുള്ള മ്യൂസിക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. മോർണിംഗിൽ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പോസിറ്റീവ് വൈബായിട്ട് മാറും. നല്ല ഒരു പ്ലസൻറ്റ് ഫീലിംഗ് മനുഷ്യന് തോന്നാറുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലൊരല്പം സ്പിരിച്വൽ പ്രേയേഴ്സ്, പ്രാർത്ഥനയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും അതും മോർണിംഗിൽ ചെയ്യാൻ കഴിയും. അതും ഇതിനോടൊരു കൂട്ടിച്ചേർക്കുന്നത് നമ്മളെല്ലാവരും രാവിലെ പോകുന്നതിന് മുമ്പ് അപ്പോൾ എന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് നടക്കണേ എന്നുള്ളൊരു ചെറിയ പ്രാർത്ഥന ഈശ്വരാന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പോകുന്നത്, അതും ഒരു പരിധിവരെ നമുക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുകയും അത് നമ്മുടെ ദിവസത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാമാണ് എൻ്റെ ഹാപ്പി മോർണിംഗിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. ഉറപ്പായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരു ചാനലുണ്ട്, റോമിംഗ് വിത്ത് സായി എന്നാണ് ആ ചാനലിൻ്റെ പേര്, യൂട്യൂബിൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ്. ബൈ. എല്ലാവർക്കും ഒരു ഹാപ്പി മോർണിംഗ് ആശംസിക്കുന്നു. താങ്ക്സ് അലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ.